ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എനി വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ എൻ്റെ ആനുവൽ ഡേ ആണ് ഗായ്സ്. എനിക്ക് നല്ല സന്തോഷമുണ്ട്, ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എനിക്കൊരു സ്കിറ്റും ഉണ്ട്, പിന്നെ വയനാട് ദുരന്തത്തിൻ്റെ ഒരു സ്കിറ്റുണ്ട്, പിന്നെ വന്നിട്ട് നമ്മുടെ ആങ്കറിങ്ങിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഞാൻ മാക്സിമം ഇതിൽ ആഡ് ചെയ്യാൻ നോക്കാം, പക്ഷെ അത്രയും ക്ലിയർ ഇല്ല സംഭവം. അത് മാത്രമല്ല തലയിലിഞ്ഞിട്ടാണ്, അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിതാ എന്താ എനിക്കെന്തോ ഈ ഒരു ക്യാമറ ക്ലിയർ ഇല്ലാത്ത പോലെ എൻ്റെ കണ്ണിൽ ഞാൻ ആ ക്യാരറ്റ് ഓയിലില്ലേ അത് വെച്ചപ്പോൾ കണ്ണിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലിയർ ഇല്ലാത്ത പോലെയായി, എന്തോ മാതിരി. അത് ഞാൻ കുറേ നേരമായി ബാക്ക് ക്യാമറ എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ലൈറ്റ് ഇല്ലേ ടോർച്ച് അടിച്ചിട്ട് ആണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് വന്നിട്ട് ആങ്കറിങ്ങിൻ്റെയാണ് ഗൈസ്. ആങ്കറിങ്ങിൻ്റെ ഞാൻ അങ്ങനെ ആങ്കറിങ്ങൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെയാണ് എനിക്ക് വായിക്കാനുള്ളത്. ഞാൻ ഒന്നുകൂടി വായിച്ചേപ്പിച്ചു തരാം കേട്ടോ. Our school has been a step forward to the bygone academic year. It is a time for looking back to the past for assessing our better and their performance. For this better tomorrow, it's my honor to call upon our beloved teacher Srimati Sophie VK to present the annual report. അപ്പോൾ അതാണ് ഞാൻ വായിക്കാനുള്ളത് ഗൈസ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയുണ്ട് കുറേ വായിക്കാൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം വായിച്ചേൽപ്പിച്ചതാണ്. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വായിച്ചേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ റിയൽ വോയിസിൽ വായിപ്പിക്കാം. ഇതിൽ നേരത്തെ ഒരെണ്ണമൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു, ആനുവൽ ഡേ കഴിഞ്ഞിട്ടാണ്, അത് കാരണം പിന്നെ കുഴപ്പമില്ല. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ നല്ല വിറച്ചിട്ടായിരുന്നു ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെയായിരുന്നു, എനിക്കെന്തോ മാതിരിയായിരുന്നു. 3 കൊല്ലമായിട്ട് ഞാൻ ആങ്കറിങ്ങിലുണ്ടെങ്കിലും എനിക്കെന്തോ ഒരു പേടിയായിരുന്നു. എന്താ പറയുക, എന്തോ ഒരു പേടിയായിരുന്നു കേട്ടോ. അപ്പം 5, 6, 7 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5ൽ തുടങ്ങിയ ആങ്കറിങ്ങാണ്. ഞാനിപ്പോൾ 7ലും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ട് ഞാൻ ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ട് ഹിമാലയയുടെ. അതെനിക്ക് വളരെ യൂസ്ഫുള്ളായി. പോണതിന് മുന്നേയും വന്നിട്ട് ഞാൻ ഫേസ് വാഷ് ഇട്ട്, സോപ്പ് ഇട്ട്, ഫേസ് സ്ക്രബ് ഇട്ടിട്ടൊക്കെയാണ് ഗൈസ് ഞാൻ മൊത്തത്തിൽ ഒന്ന് ഉഷാറായത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം. എനിക്ക് നാളല്ല ഗൈസ്, ഞാൻ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എനിക്ക് അത്രയും നല്ല നീട്ടി പോകാൻ ആഗ്രഹമില്ല വീഡിയോ. ഫൈനലി ഇതാണ് എൻ്റെ ഹീൽസ് പറയുന്നത്. ഞാൻ ഇന്ന് വാങ്ങിച്ചതാണ്. ഇന്നലെയാണോ ഇന്നാണോ വാങ്ങിച്ചത്? ഈ വീഡിയോ എടുക്കണ അന്നാണ് വാങ്ങിച്ചത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-ാം തീയതിയാണ് വാങ്ങിയത്. എന്നിട്ട് ഞാൻ റോള് ഇങ്ങനെ മറ്റേ ഐസ് നമ്മളിങ്ങനെ വെക്കുമല്ലോ, അത് മുഖത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഒരു ഇങ്ങനെ കപ്പ് പോലത്തെ സാധനത്തിൽ ഒരു സ്പൂൺ പോലെ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ആ സംഭവമൊന്നുമില്ലല്ലോ, അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ആക്കിയിട്ടുണ്ടാകും. കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ആളുടെ ആണ്ടിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു മാമൻ്റെയാണ്, അപ്പം ഉപ്പാൻ്റെ മാമൻ്റെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ചോറൊക്കെ കൊടുത്തയച്ചു. പിന്നെ ഞാൻ ബാക്ക് പാക്കിങ്ങിലേക്ക് നിന്നു. കുറച്ച് അക്സസറീസും മേക്കപ്പ് പ്രൊഡക്ട്സും, പിന്നെ ഞാൻ വീണ്ടും സ്ഥലം മാറിയായിരുന്നു. പിന്നെ കുറച്ച് നല്ല സ്പീഡിലിടാൻ കാരണം ഇത് ലെങ്ത്ത് കൂടണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ സ്ലൈഡും കാര്യങ്ങളൊക്കെ വെച്ചു, കമ്മൽ വെച്ചു, മാല വെച്ചു, അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചു, ഡ്രസ്സൊക്കെ വെച്ചു, കുർത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടാൻ പോണ കുർത്തി ഇതാണ് കേട്ടോ. ഇതിന് ഇവിടെ കുറച്ച് വർക്കൊക്കെ ഉണ്ട് വയനാട് ദുരന്തത്തിന്, ഇങ്ങനെ ഇടാൻ പാടില്ല. പക്ഷേ ഞാൻ അതിൻ്റെ മുകളിൽ ഞാൻ നേഴ്സായിട്ട് അഭിനയിക്കണം, അപ്പോൾ അതിൻ്റെ മുകളിൽ കോട്ട് ഇടുമ്പോൾ ഇതൊന്നും കാണില്ല കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ കുർത്തി സെറ്റ്. ഇത് ടോപ്പ്, പിന്നെ അതിൻ്റെ പാൻറ്റ്, അതിൻ്റെ ഷോളാണ്. ഷോൾ ഞാൻ ഇടില്ല, സ്കിറ്റിന് ഷോൾ ഇടണ്ട പറഞ്ഞിട്ടുണ്ട്, അത് കാരണം. പിന്നെ എന്താണ്, പിന്നെ അങ്ങനെ ഒന്നുമില്ല. ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ വേറെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സർപ്രൈസ് വ്ളോഗ് ഉണ്ട് ഗൈസ്, അത് നമ്മളുടെ ഇത് വരും. പിന്നെ ഞാൻ ഇങ്ങനെ കൈ മടക്കി ഇതാക്കിയിട്ടാണ്, ഇങ്ങനെ ഇതേപോലെയാണ് സംഭവം മടക്കിയിട്ടുള്ളത്. കുർത്തി മടക്കിയിട്ട് ആ പാൻറ്റ് വെച്ച പോലെ മടക്കും, എന്നിട്ടാണ് ഞാൻ ബാഗിൽ കയറ്റണത്. കാരണം ബാഗിൽ സ്ഥലം വേണ്ടേ, നമ്മുടെ മറ്റേ ബാഗ് നശിച്ച കാരണം ഈ ബാഗ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ മാർച്ച് വരെ എങ്ങനെയും തട്ടിമുട്ടി പോകണം. അപ്പം കുറച്ച് ക്യാൻഡീസ്, വാസ്ലീന്, കമ്മലുകൾ, പിന്നെന്താ വളകൾ. എനിക്ക് എൻ്റെ ആങ്കറിങ്ങിനും ഇതിനും മാറി ഇടണം.
അതിന് വള ഇടണ്ട, പക്ഷേ ആങ്കറിങ്ങിന് ഏത് വളയാണോ മാച്ച് എന്ന് അറിയണ്ടേ. പിന്നെ ഞാൻ ഇടാൻ പോകുന്ന മറ്റേ ആങ്കറിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു വയസ്സ്, കാരണം കുറച്ച് ബുദ്ധിമുട്ടി ഞാൻ, അതാണ് പ്രശ്നം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ സ്ട്രോബെറി കാണിച്ചിട്ടുണ്ടായിരുന്നു പതിവില്ലാണ്ട്, അപ്പോൾ ഉമ്മ അത് എടുത്തിട്ട് ജ്യൂസാക്കി അടിച്ചു. ഞാൻ കുറച്ച് സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, അതൊന്ന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് ഞാൻ രണ്ടാമത് കുടിക്കുന്ന ഗ്ലാസ്സാണ് ഗൈസ്. ഫസ്റ്റ് കുടിച്ചതും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അയ്യോ എനിക്ക് വയ്യേ. ഞാനാണെങ്കിൽ ഇപ്പം മോമോസും കഴിച്ചിട്ടിരിക്കുകയാണ്, അതിൻ്റെ ആ ഒരു എഫക്റ്റിലിരിക്കുകയാണ് ഗൈസ്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഡയറി മിൽക്കും വെച്ചിട്ടാണ് ഇപ്പുറത്ത് ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ അത് കഴിക്കാണ്ട് എന്തോ മാതിരിയാണ്. ഞാനിത് കുടിച്ചിട്ട് വരാം. ചെവി അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ സോറി ആൻഡ് ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ 11-ാം തീയതി അഥവാ ആനുവൽ ഡേയുടെ അന്നാണ് ഈ ഒരു വ്ളോഗ്, ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ എന്താ അവിടെ മിഠായിയൊക്കെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഗൈസ്, എന്തിനാന്നാവും. അപ്പോൾ എന്നാലും ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരമൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റൊന്നുമില്ല, ഞാൻ 9 മണിക്കാണ് ഗൈസ് എണീറ്റത്. ഞാൻ പറഞ്ഞു എന്തായാലും നേരം വൈകിട്ടാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വരിക, അപ്പോൾ കുറച്ച് നേരം അധികം ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്. അപ്പോൾ ഞാൻ എന്ന് പറയണത് ഒരു 9 മണിക്ക് എണീറ്റു, എന്നിട്ട് 10 മണിയാകുമ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ കുറച്ച് നേരം ഫോൺ കണ്ടായിരുന്നു ഗൈസ്. ആൻഡ് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എൻ്റെ ഡ്രസ്സ്. ബട്ട് മൊത്തത്തിൽ ചേഞ്ച് ആവണ കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ്. ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂ ഉണ്ടല്ലോ അതും, പിന്നെ ഈ ഒരു ഒടിയൻ്റെ ഫേസ് ആൻഡ് ബോഡി സ്ക്രബ് ആൻഡ് വേറെ ഒന്നും എടുക്കുന്നില്ല. അത് ഞാൻ വെറുതെ എന്തിനാണ് ബ്രഷൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. കുറച്ച് സ്പീഡിലിട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ 20-21 ടൈമുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ടുണ്ടോ ഗൈസ്? അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് കുളിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇതാ എൻ്റെ കാല് കണ്ടില്ലേ, ആ ഒരു ഫേസ് സ്ക്രബ് ബോഡി സ്ക്രബ് ഇട്ടത് കൊണ്ട് എൻ്റെ കാല് ആ തൊലി പോകുന്ന ടൈപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അതിലൊരു എണ്ണമയം ഉള്ളതുകൊണ്ട് അങ്ങനെ നിന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സാധാ പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. കൈയായാലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ആൻഡ് എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ എൻ്റെ തല കെട്ടി വെച്ചിരിക്കുകയാണ്. മറ്റേ ഇതൊക്കെ ഇട്ടതല്ലേ, നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ടതല്ലേ. ഞാൻ ഈ ഒരു പാണ്ടയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ആ ഒരു സംഭവങ്ങൾ വായിക്കാൻ വേണ്ടി ഭയങ്കര ഇങ്ങനെ തന്നതൊക്കെ വായിച്ചിട്ട് പഠിക്കണം. അപ്പം ഞാൻ ഉമ്മയുടെ ഫോണിൽ നോക്കിയിട്ട് വായിക്കാൻ പോവാണ്. വെളിച്ചുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വെളിച്ചത്തിന് വേണ്ടി സെറ്റാക്കിയതാണ്. നമുക്ക് ആങ്കറിങ്ങിനുള്ള വായിച്ചു നോക്കാം. ആ ഇത് ബോർഡ് അവരുടെ ടീച്ചറുടെ കയ്യിലാണ് നമ്മൾ റെഡിയാക്കിയിട്ട്. ഇന്നലെ നേരം വൈകി വരാനായിട്ട് 5 മണി 6 മണിയായിട്ടാണ് ഞാൻ വന്നത് സ്കൂളിൽ നിന്ന്. 6 മണിയായിട്ടില്ല, 5:30 ഒക്കെ ആയി. അപ്പം അവിടെ വായിച്ചു നോക്കാം. ഈ മനോഹര സായാഹ്നത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്രശിരസ്കരാകാം. ഈ പരിപാടിയിൽ അത്യന്തം ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നൃത്തവുമായി വേദിയെ ധന്യമാക്കുവാനായി എത്തുന്നു. നല്ല പേരാണ്, അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. കഴിഞ്ഞിട്ട് എനിക്ക് പിന്നുള്ളത് 6-മത്തെയാണ്. 4-മത്തെ കഴിഞ്ഞാൽ 6-മത്തെയാണ് പിന്നെ എനിക്കുള്ളത്. 4 പിള്ളേരാണ് ഞങ്ങളുള്ളത്. 5, 6 2 ഒന്ന് വേറെ കുട്ടി 2 പെണ്ണുങ്ങളും ഒരു ആൺകുട്ടിയാണുള്ളത്. ഒരു പെൺകുട്ടിയുടെ ഞങ്ങൾ 7-ത്തെ 2 പേരാണ്, നേഹയും ഞാനും. നേഹ ഈ ടൈമിൽ വരില്ല, അവൾക്കാണ് പ്രെയർ ഡാൻസ് ഉള്ളത്. പ്രെയർ ഡാൻസിൽ അവളുണ്ട്. Thank you sir for your welcome speech. Our school has been a step forward to the bygone academic year. It is the time for looking back to the past for assessing our entire performance for this better tomorrow. It's my honor to call upon our beloved teacher Srimati Sophie VK to present the annual report. എനിക്കിനി എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് 5 ഷീറ്റാണുള്ളത്. 5 ഒരു ടൈപ്പ് ഷീറ്റ്സാണ്. അപ്പോൾ അതിൽ 6 കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ഗൈസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഡ്രസ്സ്.
ഷോളും കാര്യങ്ങളൊക്കെ ഞാൻ നേരം വൈകിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ചെറുതായിട്ട് ഞാൻ മുടിയും മാറ്റിയിട്ടുണ്ടായിരുന്നു, വള ഇട്ടുണ്ടായിരുന്നില്ല, മാല ഇട്ടുണ്ടായിരുന്നില്ല, മേക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ അവിടെ പോയിട്ടായിരുന്നു ഗൈസ്. ഷോള് ചെറുതായി, ടോപ്പ് ചെറുതായി, പാൻറ്റ് ചെറുതായി, എല്ലാം പെട്ട് ഗൈസ്. പെട്ടാച്ചെന്നായ അത് കയ്യിൻ്റെ അവിടെ ഒക്കെ ടൈറ്റായിരുന്നു. എനിക്കത് ഊരാൻ പ്രയാസമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പാൻറ്റ് മറ്റേ കുർത്തിയുടെ പാൻറ്റ് അടിയിൽ ഇട്ടിട്ടാണ് മറ്റേ പാൻറ്റ് ഞാൻ ഇടുന്നത്. കാരണം അവിടെ പോയിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. ആകെ ഒരു പരിപാടി അങ്ങോട്ടുള്ളൂ നമുക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് പരിപാടി ഫൈനലി ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല ഗൈസ്, കുറേ ഉണ്ട് ആങ്കറിങ്ങിനായിട്ട്. ബട്ട് അതൊന്നും ഇപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുത്താൽ മാത്രമാണ് എനിക്ക് ഇതിലേക്ക് കയറ്റാൻ പറ്റിയിട്ടുള്ളൂ. വേറെ വീഡിയോസൊന്നും നമുക്ക് യൂട്യൂബിൽ അങ്ങനെയൊന്നും അപ്ലോഡ് കിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ രാവിലെ വായിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ഡ്രസ്സ് അതായിരുന്നു കേട്ടോ. ഞാൻ ഡ്രസ്സ് മാറാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് കുളിച്ച് കഴിഞ്ഞു, എല്ലാം പുറത്തേക്ക് ഇട്ടു, ബാഗിൽ നിന്നെല്ലാം മുടിയൊക്കെ ഒന്ന് ഊരിയപ്പോഴത്തേക്ക് എന്ത് സമാധാനമാണെന്ന് അറിയാം ഗൈസ്. ഞാൻ എത്തിയത് തന്നെ 11:30-ക്കാണ്, കിടന്നതാണെങ്കിൽ 12:30-ക്ക്. അങ്ങനെയായിരുന്നു ഗൈസ് അവസ്ഥ. എനിക്ക് കുറച്ചധികം ഫുഡ് പെയിൻ ഉണ്ടായിരുന്നു, കാരണം ഹീൽസൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. പിന്നെ ആ രാവിലെ പോകുമ്പോൾ പറയണത് ഉച്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ നേരത്തെ ആ വ്ളോഗിൽ ആ മുടി കെട്ടണതോ എന്തിനോ കൊണ്ട് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ കുറച്ച് പാടുപെട്ടു ഗൈസ്. ഞാൻ വീട്ടിൽ വന്നിട്ട് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊരു മിഠായി ഉണ്ടല്ലോ ക്യാൻറ്റീൻമാൻ്റെ, അത് കഴിച്ചിട്ടിരുന്നു. ഇതൊക്കെ അലമ്പായതാണ് ഗൈസ്. പിന്നെ നമ്മൾ പറയുന്നത് ഉച്ചയ്ക്ക് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ എടുത്തുല്ലോ, എന്നിട്ട് ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരുന്നു ഉമ്മ ശ്രദ്ധിക്കണത് എൻ്റെ ടോപ്പ് കയറിയിട്ട് പാൻറ്റിൻ്റെ മറ്റേ ഷറാറ ടൈപ്പാണല്ലോ, അടിക്ക് പലാസോയും ഇവിടേക്ക് സാധാ പാൻറ്റ് പോലെയാണല്ലോ, അത് കയറിയിട്ട് ആ ഒരു സംഭവം പാൻറ്റ് പോലെ കാണുന്നുണ്ട്. അപ്പം പറഞ്ഞു പിന്നെ അങ്ങനെ വേണ്ട, നമുക്ക് വേറെ മാറ്റാമെന്ന്. വേറെ കടയിൽ പോയി നോക്കി, ഇവിടെ അടുത്ത വേറെ കടയിൽ പോയി നോക്കി, അവിടെ കിട്ടിയില്ല, സ്ലീവ്ലെസ് ആയിരുന്നു. രണ്ടാമത്തെ കടയിൽ പോയി നോക്കിയപ്പോൾ പെട്ടെന്ന് കിട്ടി. അത് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു കൈ, പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ട് കിടന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്കൂളിൽ പോയി നല്ല അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ അവതരിപ്പിച്ചു. സ്കിറ്റിൻ്റെയും ആങ്കറിങ്ങിൻ്റെ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ സ്കിറ്റിൻ്റെ ഒക്കെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മിക്കതും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഗൈസ്. ഞാൻ അങ്ങനെ ഉറങ്ങാൻ കിടന്നു. ഈ കാണിക്കണമെന്ന് പറയണേ, ഞാനവിടെ ടൈമർ ഓൺ ചെയ്തിട്ട് വെച്ചൊരു 10 മിനിറ്റിൻ്റെ ടൈമർ ഓൺ ചെയ്തിട്ട്, 10 മിനിറ്റിൻ്റെ അല്ല, കുറച്ച് നേരം ഞാനങ്ങനെ വെച്ച് കിടന്നുണ്ടായിരുന്നു, ഫോൺ വെച്ച് കിടന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മിനിറ്റ് എഴുന്നേറ്റ് ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. ലൈറ്റ് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇക്ക ഉറങ്ങാൻ വേണ്ടി, പഠിക്കാനേ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇത് ഓൺ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതാണ് സംഭവം. ആൻഡ് ഈ വീഡിയോ എടുക്കുന്നത് ഞാനല്ല, ഇക്കയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുകളല്ല അതിൻ്റെ ആ ഒരു ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ടാറ്റാ.